തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവസാന ഘട്ടത്തിൽ പോളിംഗ് കടക്കുകയാണ്. വിവിധ സ്ഥലങ്ങളിൽ വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ സ്വതന്ത്രമായിട്ടും അതോടൊപ്പം തന്നെ പാർട്ടി ചിഹ്നത്തിലൊക്കെ മത്സരിക്കുന്നുണ്ട്. വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് പാർട്ടി മത്സരിക്കുന്ന സ്ഥലങ്ങളിലെ ഒരു വിജയ സാധ്യത, അതോടെ തന്നെ പൊതുവെയുള്ള ട്രെൻഡ് എങ്ങനെയാണ് വോട്ടെടുപ്പ്? വലിയ പ്രതീക്ഷയിലാണ് ഞങ്ങളുള്ളത്. പാർട്ടി മത്സരിക്കുന്ന ഇടങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ വളരെ ആവേശകരമായൊരു അനുഭവമാണ് ഉണ്ടാകുന്നത്. എല്ലാ സ്ഥാനാർത്ഥികളും മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പൊതുവിൽ കേരളത്തിലെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ വലിയ ഒരു ഭരണവിരുദ്ധ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇടതുപക്ഷ സർക്കാർ കഴിഞ്ഞ 9.5 വർഷക്കാലം കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണത്തിൻ്റെ എതിരായ വലിയ വികാരം ജനങ്ങൾക്കിടയിലുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ അത് നിശ്ചയമായും പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വെൽഫെയർ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് മൂന്നാമത്തെ തെരഞ്ഞെടുപ്പാണ്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും നിരവധി മെമ്പർമാർ പാർട്ടിയുടേതായിട്ടുണ്ടായിരുന്നു. അവരെല്ലാം നടത്തിയ ജനകീയമായ വലിയ വർക്കുകളുണ്ട്, വലിയ വികസന പ്രവർത്തനങ്ങളുണ്ട്. അതേപോലെ തന്നെ അഴിമതി മുക്തമായ ഭരണം ഞങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. അതേപോലെ സ്വജനപക്ഷപാതരഹിതമായ സ്വഭാവത്തിൽ ഞങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതെല്ലാം മുമ്പിൽ വെച്ചുകൊണ്ടാണ് ജനങ്ങളെ ഞങ്ങൾ സമീപിച്ചത്. നല്ല പിന്തുണയും വലിയ വിജയവും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ CPM ഒരു പ്രധാനപ്പെട്ട അജണ്ടയാക്കി മാറ്റിയത് വെൽഫെയർ ബന്ധമാണ്. വെൽഫെയർ UDF ഉള്ള ധാരണയായിരുന്നു. ആ ഒരു കാര്യം എങ്ങനെയായിരിക്കും തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടുണ്ടാവുക? കേരളത്തിൽ കുറേ കാലമായി തെരഞ്ഞെടുപ്പിൻ്റെ ഒരു അജണ്ട സെറ്റ് ചെയ്യുമ്പോൾ CPM മുമ്പിൽ വെക്കുന്നത് വെൽഫെയർ പാർട്ടിയെയാണ്. അത് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു, ഈ പഞ്ചായത്ത് ഇലക്ഷനിലും അത് വ്യാപകമായി നമുക്ക് കാണാൻ സാധിച്ചു. മുഖ്യമന്ത്രി തന്നെയാണ് അതിന് നേതൃത്വം കൊടുത്തിരിക്കുന്നത്. എന്തിനെന്ന് ചോദിച്ചാൽ ഒരു വിദ്വേഷ പ്രചരണം നടത്തി വോട്ട് നേടിയെടുക്കാനുള്ള ശ്രമമാണ്. വെൽഫെയർ പാർട്ടിയെ മുമ്പിൽ വെച്ചുകൊണ്ട് വലിയ അറ്റാക്ക് നടത്തുക, അതുവഴി ഇവിടുത്തെ ഭൂരിപക്ഷ വോട്ട് ബാങ്ക് പിടിച്ചെടുക്കാൻ കഴിയുമെന്നാണ് CPM പ്രതീക്ഷിക്കുന്നത്. പക്ഷേ പാർലമെൻറ്റ് ഇലക്ഷനിലും നിലമ്പൂർ ഉൾപ്പെടെയുള്ള ബൈ ഇലക്ഷനിലൊന്നും അത് പ്രതിഫലിച്ചിട്ടില്ല. CPM ഇതിൽ നിന്ന് ഇനിയും പാഠം പഠിച്ചിട്ടില്ലെങ്കിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ചും ഇത്തരമൊരു വിദ്വേഷ പ്രചരണത്തിലൂടെ വലിയ അർത്ഥത്തിൽ മതസമൂഹങ്ങളെയും മറ്റും തമ്മിൽ തല്ലിക്കാനുള്ള നീക്കം നടത്തുകയാണ്. ഇതാര് ആണ് ഇതിൻ്റെ പിന്നിൽ എന്ന് ഇനിയും ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. എന്താണ് CPMനെ ഇതിന് പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ്? ഇത് കേരളത്തിൽ വ്യാപകമായ ഒരു വംശീയ വിദ്വേഷ പ്രചരണത്തിന് വഴിയൊരുക്കിയിട്ടുണ്ട്. ഇത് മതങ്ങൾ തമ്മിൽ ഒരു വലിയ സംഘർഷം സൃഷ്ടിക്കുന്ന സ്വഭാവത്തിലേക്കാണ് പോവുക. ഇത് BJPയുടെ ഒരു അജണ്ടയാണ്. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പിൽ ചില അനൗൺസ്മെൻറ്റുകൾ ശ്രദ്ധയിൽപ്പെട്ടു. സാധാരണ ഉത്തരേന്ത്യയിലൊക്കെ BJP പ്രചരിപ്പിക്കുന്നത് പോലുള്ള പ്രചരണം LDF CPM നടത്തുകയാണ്. അതേപോലെ തന്നെ നമുക്കറിയാം, ഡൽഹി സ്ഫോടനം ഇവിടെ ചർച്ചയാക്കി. ആരാ ചർച്ചയാക്കിയത്? CPM ചർച്ചയാക്കിയിരുന്നു. അതേപോലെ തന്നെ BJPയും ചർച്ചയാക്കി. BJP ഇത് ചർച്ചയാക്കുമെന്ന് നമുക്കറിയാം. പക്ഷേ സാക്ഷാൽ ഗോവിന്ദൻ മാഷ് വരെ അത് ചർച്ചയാക്കുന്നു എന്നത് വളരെ ഗൗരവത്തിലാണ് നമ്മൾ കാണുന്നത്. BJP അജണ്ടയ്ക്ക് CPM കൂടി വളം വയ്ക്കുക. അതെ, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഇത്തരം വിദ്വേഷ പ്രചരണങ്ങളിലൂടെ വോട്ട് നേടിയെടുക്കാൻ വേണ്ടി ശ്രമിച്ച അതേ അജണ്ട CPM കേരളത്തിൽ നടപ്പിലാക്കുകയാണ്. BJPയുടെ അതേ വഴിയിൽ കേരളത്തിലെ CPM സഞ്ചരിക്കുകയാണ്. ഇത് വ്യാപകമായ വലിയ വിപത്തുണ്ടാക്കുമെന്നാണ് ഞങ്ങൾ പറയുന്നത്. എന്താ കാരണം എന്ന് വെച്ചാൽ, ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകേണ്ട ഒരു വിഷയം കേരളത്തിലെ 9.5 വർഷമായി CPM നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണമാണ്. ആ ഭരണത്തിനെതിരായ വലിയ വികാരമുണ്ട് എന്ന് നമുക്കറിയാം. ഏറ്റവും ഒടുവിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ളത് ചർച്ചയാകുന്ന ഒരു ഘട്ടത്തിലാണ്. അതിനെല്ലാം മറച്ചു വെക്കുന്നതിന് വേണ്ടി, അതിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് മുഖ്യമന്ത്രി തന്നെ ഈ വിദ്വേഷ പ്രചരണത്തിന് നേതൃത്വം കൊടുത്തത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ജനം ഉൾക്കൊണ്ടിട്ടില്ല. അതിനേക്കാൾ ഉപരി ഈ സർക്കാരിനെതിരായ വികാരവും അതേപോലെ തന്നെ ഈ കേരളത്തിലും ഇന്ത്യ രാജ്യത്തുമൊക്കെ BJP നടത്തിക്കൊണ്ടിരിക്കുന്ന SIR ഉൾപ്പെടെയുള്ള വലിയ പ്രശ്നങ്ങളും ജനങ്ങളുടെ മുമ്പിലുണ്ട്. ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിന് CPMനെതിരായ ഒരു വലിയ മുന്നേറ്റമായി മാറും. പ്രത്യേകിച്ചും കേരളത്തിലെ ഭരണവിരുദ്ധ വികാരം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലെ സുപ്രധാനമായ ചർച്ച. അതേപോലെ വെൽഫെയർ പാർട്ടിയെ ഒരു നാട്ടക്കുറിയായി നിർത്തി തെരഞ്ഞെടുപ്പ് വിജയിക്കാമെന്ന CPMൻ്റെ വ്യാമോഹത്തിന് കനത്ത തിരിച്ചടിയായിരിക്കും ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിൽ ഉണ്ടാകുക എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.
എന്നാലും വെൽഫെയർ വിവാദം ഉയർത്തിക്കൊണ്ട് ഭരണവിരുദ്ധയെ മറികടക്കാൻ കഴിയില്ല എന്നാണ് റസാഖ് പല്ലേരി നമ്മോട് പറയുന്നത്. ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1 കോഴിക്കോട്.